അസ്സലാമു ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ നല്ല നൂൽപുട്ടുകൊണ്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. അപ്പം നമുക്ക് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് രാവിലെയൊക്കെ ഉണ്ടാക്കി ബാക്കി വരികയാണെങ്കിൽ ഡിന്നറായിട്ടോ ലഞ്ചായിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് ഒരു വലിയ സവാളയാണ് ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റാം. അപ്പോൾ അതിൽ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ചെറുതായി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് 2 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പം നെയ്യിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഈ മസാലയ്ക്ക്. അപ്പോൾ 2 ടീസ്പൂൺ നിറച്ചായിട്ട് നെയ്യ് ഒഴിച്ചിട്ട് അതും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നെയ്യൊന്ന് ഇതായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 3 പച്ചമുളക് ഇതുപോലെ കീറിയെടുത്തതാണ്, അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് വഴന്ന് റോസ് സ്മെല്ലൊക്കെ പോയതിന് ശേഷം നമുക്കതിലേക്ക് 2 ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് തൈര് ചേർക്കുന്നില്ല, തക്കാളി ലെമൺ ജ്യൂസാണ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, രണ്ടാമതിടുന്ന സ്പൂൺ ഇടുന്നത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ ആ റോസ് സ്മെല്ലൊക്കെ പോകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം 1/2 ടീസ്പൂൺ ഇട്ട് പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഇട്ടു, അങ്ങനെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കൻ 250 ഗ്രാം ചിക്കനാണ് കേട്ടോ. ബോൺലെസ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബോണുള്ളതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബോൺലെസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്കിതിൽ ഉപ്പ് ഓൾറെഡി നമ്മൾ സവാള വഴറ്റിയപ്പോൾ ഇട്ടിട്ടുള്ളതാണ്, എന്നാലും നമുക്ക് ചിക്കനിൽ കുറച്ചും കൂടി ഉപ്പ് ആവശ്യം ഉണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഞാൻ പറഞ്ഞ പുളിക്ക് തക്കാളി ലെമൺ ജ്യൂസാണ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി തക്കാളി ഇട്ട് ഇനി ലെമൺ ജ്യൂസും കൂടി ഒഴിക്കണം. അപ്പോൾ ഒരു ഹാഫ് ലെമൺ ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഹാഫ് ലെമൺ ഒഴിച്ചിട്ട് നോക്കി വെക്കുക, പുളി ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കി വെക്കുക. എന്ന് വെച്ചാൽ ലെമൺ ജ്യൂസിൻ്റെ അളവിൽ വ്യത്യാസം വരും ലെമണിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കി വെക്കുക, പുളി ആവശ്യത്തിനുണ്ടെന്നുണ്ടെങ്കിൽ ഹാഫ് മതിയാവും, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഉണ്ടാവും. എന്നിട്ട് നമുക്ക് ആ ഒരു വെള്ളം വറ്റി വരുന്നവരെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. തീരെ വെള്ളമില്ലാത്ത രീതിയിലുള്ളൊരു മസാലയാണ് ഇതിനാവശ്യം. നമുക്കൊന്നും കൂടി ഒന്ന് മൂടി വയ്ക്കാം. ചിക്കൻ ഓൾറെഡി വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിന ഇട്ടിട്ട് കുറച്ച് നല്ലോണം ഉണ്ടായാൽ അത്രയും നല്ലതാട്ടോ, നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് ആ മസാല മല്ലിയിലയും എല്ലാം കൂടി ആ ചിക്കനിൽ പിടിക്കുന്ന രീതിയിലൊന്ന് മൂടി വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സായി ചിക്കനൊക്കെ വെന്ത് മസാലയൊക്കെ അതിൽ പിടിച്ച് മല്ലിയിലയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ നൂൽപുട്ട് നമുക്കിട്ട് മിക്സ് ചെയ്യേണ്ടതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. ഇത് മാറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് നൂൽപുട്ട്, ഞാനിപ്പോൾ ഇത് രാവിലെ ഉണ്ടാക്കി വെച്ച നൂൽപുട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കേട്ടോ, അതുകൊണ്ട് ഇത്തിരി സോഫ്റ്റ് കുറവുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഞാനപ്പോൾ അത് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കിയ നൂൽപുട്ടാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇതുപോലെ ചെറിയ ചെറിയ നൂൽപുട്ടായിട്ട് ഇരിക്കുന്നത്. ഇതെല്ലാം പൊട്ടിച്ചെടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ്റെ മസാല നിങ്ങളുടെ കയ്യിലത്തെ നൂൽപുട്ട് ഇനി ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണുള്ളതെന്നുണ്ടെങ്കിൽ എത്ര ഉണ്ട് അതിനനുസരിച്ച് മസാല ഉണ്ടാക്കിയാൽ മതിയാവും. അപ്പോൾ ഞാൻ ഇത് നൂൽപുട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ആവി കയറാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നൂൽപുട്ട് ഒന്ന് സോഫ്റ്റായി കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ ഇരുന്നിട്ടൊന്ന് ഇത്തിരി സോഫ്റ്റ്നെസ് ഇല്ലാണ്ടിരിക്കുന്ന നൂൽപുട്ടല്ലേ, അപ്പോൾ ഒന്ന് ചൂട് തട്ടി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റാവും. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നൂൽപുട്ടൊക്കെ മുകളിലുള്ള നൂൽപുട്ടൊക്കെ ഒന്ന് ആവി തട്ടിയിട്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് മിക്സ് ചെയ്ത് നന്നായി ഇതുപോലെ അമർത്തി പ്രസ് ചെയ്ത് പൊത്തി വെച്ചിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് ഒരു 5 മിനിറ്റും കൂടി ഒന്ന്
ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയിൽ തീരെ വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നൂൽപുട്ട് ഇട്ടിട്ട് മൂടി വെക്കാനായിട്ട്. ഇതുപോലെ തന്നെ പ്രോൺസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ സേമിയ പ്രോൺസ് വെച്ചിട്ടുള്ളൊരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പം നമ്മുടെ നൂൽപുട്ട് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പൊരിച്ച ഉള്ളിയും മല്ലിയും പുതിനയും കൂടി ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾ നൂൽപുട്ട് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും ഇത് കഴിക്കും. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.